എന്താ ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്? നമ്മളിലെ പരാജയമാണ്, നമ്മളിലെ രോഗമാണ്, ദുഃഖമാണ്, ദുരന്തമാണ്. നമ്മളിൽ ഉള്ള സവിശേഷത ഉണരുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രാപ്തിയാണ് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് ഒരു കുട്ടിയെ ഉണ്ടാക്കി ആ കുട്ടിയെ ഇവിടെ അവശേഷിപ്പിച്ചിട്ട് ചത്തുപോയി ആ കുട്ടിയും ഇതേ തന്നെ പരിപാടി ചെയ്ത് എത്ര തലമുറകളായിട്ട് വിഡ്ഢിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യജന്മത്തിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാവങ്ങളൊന്നും അരങ്ങേറുന്നില്ല. നമ്മളിലുണ്ട്. എന്തുണ്ട്? വേണ്ടതെല്ലാം ഉണ്ട്. അല്ലാണ്ട് പുറമേ നിന്ന് കിട്ടുന്നതല്ല, ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്നതാണ് ജീവിതം. കുട്ടികൾ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ കിടാവ് അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് ഓടിയൊന്ന് പാൽ കുടിക്കുകയും ഓടിയടക്കുകയും കറങ്ങുകയൊക്കെ നടന്ന് ഒരു വയസ്സുകൊണ്ട് അത് വെൽ എക്യുപ്ഡ് ആവും. ഒരു മനുഷ്യ കുഞ്ഞ് വെൽ എക്യുപ്ഡ് ആയെന്ന് ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല. പരസ്പരമുള്ള ബന്ധം നോക്കിയാൽ മതി. ഒരിക്കലും ആരും പൂർണ്ണ വളർച്ച എത്തിയ ഭാഗത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല ആരും. സംശയത്തിൻ്റെ ഭാഗത്താണ് നോക്കുന്നത്. ഇവൻ ശരിയാണോ, അവൻ ശരിയാണെന്ന് സംശയിച്ചാണ് നോക്കുന്നത്. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഈ ഒരു ദുരന്തം. മൃഗങ്ങളെല്ലാം ഓക്കെ, അതിൻ്റെ പ്രവർത്തനം വളരെ മനോഹരമായിട്ട്. മനുഷ്യന് ഇപ്പോഴും സംശയമാണ്. അടുത്ത് വരുന്ന ആളെ സംശയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ രോഗമാണ്. എത്ര വളർന്നെന്ന് പറഞ്ഞാലും, കുട്ടി പ്രായപൂർത്തിയായെന്ന് പറഞ്ഞാലും, എടാ മോനെ സൂക്ഷിക്കണേ, അവിടെ ഉണ്ടേ, അച്ഛന് പരിചയമുള്ള ആൾക്കാരുണ്ട് കേട്ടോ, അവരെ പോയി കാണണേ. അച്ഛന് പരിചയമുള്ള ആൾക്കാരുണ്ടേ, അവരെ പോയി കാണണം. അല്ലെങ്കിൽ ഞാനൊരു കത്ത് തരാം, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം മോനെ, നിനക്കവിടെ പ്രിഫറൻസ് കിട്ടാൻ. ഈ പ്രിഫറൻസാണ് ഇവൻ്റെ കഷ്ടകാലം. ഈ പ്രിഫറൻസ് തന്നെയാണ് ഇവൻ്റെ ജീവിതത്തിൻ്റെ ദുരന്തം. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എന്നിലെ വിശ്വാസത്തിന്റെ ഒരു മുഖത്തെ ഞാൻ നേർക്കുനേർ കണ്ടപ്പോ എന്താണെന്ന് വെച്ചാല് ഞാൻ നിസ്സഹായാണ് എന്നുള്ളൊരു ബോധം എപ്പോഴും എനിക്കുണ്ട്. നിസ്സഹായാണ്. ഈ നിസ്സഹായമായ മൊമെന്റ്സ് ഒത്തിരി ജീവിതത്തിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ അന്നേരം എനിക്ക് ആരെയും ആശ്രയിക്കാൻ പറ്റുന്നില്ല. ആ നിമിഷം സ്വയം ആശ്രയിക്കാൻ അറിയില്ലല്ലോ. ഇപ്പോഴെങ്കിലും അതിനെ കുറിച്ച്, അല്ലെങ്കിൽ സ്പേസിനെ ആശ്രയിക്കാനൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഒരു അമാനുഷമായ ശക്തിയെ ആശ്രയിക്കണം എന്നുള്ളതാണ് അപ്പൊ മനസ്സിൽ നിന്ന് വരുന്നത്. നീ അപകടത്തിലാണ്, വേറെ ആർക്കും നിന്നെ രക്ഷിക്കാനാ, നീ നിസ്സഹായാണ്. അപ്പോഴാണ് ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുന്നത്. അന്നേരം നമ്മൾ ദൈവത്തിന്റെ കാരുണ്യം അർത്ഥിക്കണം. പിന്നെ നമ്മൾ വിചാരിക്കണം, ഈ കാരുണ്യത്തിന് മാത്രം, കാര്യം കാണാൻ മാത്രം പോയാൽ പോരല്ലോ. നമ്മൾ ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കി, അവിടുന്ന് വലിയവനാണ്, അവിടെ നിന്നാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്, എന്നെ സൃഷ്ടിച്ചത് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ദൈവത്തെ ഒരു കോഴ കൊടുക്കല്, ദൈവത്തിന് കോഴ കൊടുക്കണ പരിപാടി എപ്പോഴും തൃപ്തിപ്പെടുത്തി കൊണ്ട് നടക്കുകയാണ്. അതിനനുസരിച്ച് ഇനിയും ആവശ്യം വരുമ്പോ വിളിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ
പ്രീതിപ്പെടുത്തി കൊണ്ടുപോവാണ്. എപ്പോഴെങ്കിലും ആവശ്യം വരാം ജീവിതത്തില്. അപ്പം വിളിക്കാനായിട്ടുള്ള ഒരു ആളെ നമുക്ക് ചേർത്ത് നിർത്തുന്നത് പോലെയാണ്. അല്ലാണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ചെന്നാൽ നമ്മളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓർമ്മയിലും ഒക്കെ കൊണ്ടുവന്ന് അപ്പൊ നമുക്കൊരു സമാധാനമാണ്. ഇനി ഞാൻ വിളിക്കുമ്പോ ഞാനുമായിട്ടൊരു കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ എന്നെ നോക്കും എന്നുള്ള, എന്നെ ആ സമയത്ത് രക്ഷിക്കും എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്താഗതിന്ന് വേണമെങ്കിൽ പറയാം. അതായത് എനിക്ക് നിസ്സഹായമാവുമ്പോൾ ഞാൻ ആശ്രയിക്കേണ്ട ഒന്നാണ് ഈ ദൈവം. ഞാൻ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന എന്റെ ദൈവം. അത് പല രൂപത്തിലും പല ഭാവത്തിലും ഉണ്ട്. ഇപ്പൊ എനിക്കൊരു കാര്യങ്ങൾക്ക് തടസ്സം വന്നാൽ വിഘ്നേശ്വരനാണ് നമ്മളെ കാരണന്മാര് പഠിപ്പിച്ചതെന്നാണ്. അവര് നിർണയരായതുകൊണ്ടാണ് അവര് നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും അങ്ങനത്തെ ആൾക്കാരല്ലായിരുന്നു. പക്ഷെ എന്റെ അമ്മായിമാരൊക്കെ അങ്ങനെ, എന്റെ അച്ഛനും അമ്മയും ഒരു ദൈവവിശ്വാസികളായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലാന്ന് വേണം പറയാൻ. അപ്പൊ പക്ഷെ എന്നിൽ അത് രൂപം കൊണ്ടു. എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര നിസ്സഹായാണ്. എനിക്ക് എപ്പോഴും ഭയമാണ്. അപ്പോ ഞാനപ്പോ കൂട്ടിനെ കൊണ്ടുവരുന്നത് എന്റെ ദൈവങ്ങളെയാണ്. അപ്പോ ഞാൻ ചിലപ്പോ അവരെ മറന്നു പോകും. അപ്പൊ അതിനെ പറയൂല, പാലം കിടക്കോളം നാരായണ, പാലം കിടത്താക്ക് ഒരായണ. അത് തന്നെയാണ് എന്റെ അവസ്ഥ. അപ്പോ അത് ഞാൻ നോക്കുമ്പോ അയ്യോ ഞാൻ നന്ദിയില്ലായിരുന്നു ദൈവത്തോട്. അപ്പൊ ദൈവത്തോട് നന്ദി പറയും ഓർക്കുമ്പോഴും. ഇങ്ങനെയാണ് എന്റെ ആ വിശ്വാസത്തെ ഞാൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. ഇപ്പോഴും അതിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ, കൈവിടാൻ എനിക്ക് ധൈര്യം ഇല്ല എന്നുള്ളതാണ് സത്യം. എന്റെ സത്യം, ഇപ്പോഴത്തെ സത്യം. അപ്പൊ ഇപ്പൊ ഞാനത് കുറച്ച് സ്പേസിലേക്ക് മാറ്റി. അതായത് അവിടുന്ന് സോഴ്സ് അവിടെയാണ്. ആ സോഴ്സ് തന്നെ വേണ്ട രീതിയിൽ കൊണ്ട് നടന്നോളും എന്നുള്ളതാണ്. അപ്പോഴും എനിക്കൊരു വിശ്വാസം സോഴ്സിലേക്ക് മാറി. അതായത് രൂപത്തിൽ നിന്നും സോഴ്സിലേക്ക് മാറി, പൂർണ്ണമായിട്ടല്ല കേട്ടോ. അപ്പം ഇപ്പൊ ഉണ്ണികൃഷ്ണനെ നോക്കുമ്പോ ഉണ്ണികൃഷ്ണൻ ഞാൻ അത്ര പ്രതികാരമൊന്നുമല്ല. ഇവിടെ ഒരു ഫോട്ടോ എടുപ്പെട്ടു. അപ്പൊ എന്റെ ഉള്ളിൽ ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഇമാജിനേഷൻ ആണോന്ന് അറിയില്ല. അപ്പോ ഇവരെയൊക്കെ എന്റെ ഉള്ളിൽ തന്നെയാണല്ലോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. പുറത്ത് ഫോട്ടോ മാത്രല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ. എന്തായിരുന്നു എന്റെ വിശ്വാസം എന്നുള്ളത് പരിപൂർണമായിട്ട് നല്ല അച്ചട്ടായിട്ട് എനിക്ക് വ്യക്തമായി. അപ്പോഴാണ് ഇത് എന്റെ ഭയത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ, എന്റെ നിസ്സഹായതയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് എന്റെ വിശ്വാസത്തെ എന്ന്. അല്ലാതെ ആനന്ദിക്കാനോ ആസ്വദിക്കാനോ ഒന്നും ഉണ്ടാക്കിയതല്ല. നിസ്സഹായതയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് സൃഷ്ടിച്ചാണ്. അതിപ്പോഴും ഞാൻ ഈശ്വര എന്നെ രക്ഷിക്കണേന്ന് വിളിക്കില്ല എന്ന് എനിക്ക് പറയാം. ഇപ്പോഴും അതുണ്ട് എന്റെ ഉള്ളില്. ആ സ്പേസ് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ സ്പേസിൽ അപ്പോ ആവാനുള്ള ഒരു, അത് ആ പരിശീലനത്തിലൂടെ അതാവുമായിരിക്കാം. ഞാൻ സോഴ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ രക്ഷയ്ക്ക് വേണ്ടി ഈ രൂപങ്ങളിലേക്കാണ് കണക്ട് ചെയ്തത്. അതാണ് എന്റെ വസ്തുത. ആ വിശ്വാസത്തിൽ വന്നത് അങ്ങനെയാണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഭാവിയിൽ തെളിഞ്ഞു വരുവായിരിക്കും. അല്ലെ, എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രോട്ടോക്കോള് പ്രകാരമാണെന്ന് കണ്ടെത്താൻ നമ്മൾക്കുള്ള മീൻസ് നമ്മളെ ശ്രദ്ധിക്കുക. അതിൽ യാതൊരു അഴിമതിയും സാധ്യമല്ല. ഒരു വ്യക്തിയായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ എപ്രകാരമാണെന്നുള്ളത് ഭാഗം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ഇതിന് യാതൊരു അഴിമതിയും സാധ്യമല്ല. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ശ്വസിക്കുന്നു, ശബ്ദം, വെളിച്ചം, ഇപ്രകാരമുള്ള വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ജീവിക്കാനുള്ള അർഹത ഉണ്ടാകില്ല. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ എന്നും നമുക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഒരാളെ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ, ഒറ്റൊരാളെ, അവനവനെന്ന് പറയുന്ന ഒരൊറ്റാളെ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ല. കാരണം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ആ ഒരൊറ്റ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം അറിയും. അറിവിൽ കേമന, പക്ഷെ ജീവിതം പാഴ. ഒരു കഥയില്ല. നാട്ടുകാരുടെ എൻസൈക്ലോപീഡിയ ആയിരിക്കും, പക്ഷെ ജീവിതം ഒരു കാശിനും കൊള്ളില്ല.
ഒരു കാശിനും കൊള്ളില്ല. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ. മറ്റുള്ളവർക്ക് അത് മതി. പക്ഷേ മറ്റുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള ആൾക്കാർ, അല്ല അവനവന് ഗുണമുള്ള ആൾക്കാർ വേണ്ട. ഇതിലെ പാഴ് കാര്യത്തിൽ ഇടപെട്ട് നടക്കുന്ന ആൾക്കാരെയാണ് ശ്രദ്ധിക്കുന്നത്. മാർക്കറ്റിൽ ഡിമാൻഡ് അതിനേ ഉള്ളു. സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗമാണെങ്കിൽ അവന് വേറെ പണിയൊന്നുമില്ല. ഈ പണിയിലുള്ള ആൾക്കാരുടെ ഭാഗം എന്താണ്? അവർക്ക് നൂറുകൂട്ടം പ്രശ്നമാണ് അവർ പണിതിട്ടുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രശ്നമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ ആൾക്കാർ എന്താണ് നിൻ്റെ പ്രശ്നം കേൾക്കട്ടെ, എന്താണ് നിൻ്റെ പ്രശ്നം കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം, അപ്പോഴാണ് ഞാൻ വലിയ ആളാകുന്നത്. ഈ ആളാകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നം വേണം. പ്രശ്നമില്ലാത്തൊരു ജീവിതം വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് അത് പറ്റത്തില്ല. കാരണം ഞാനായിരിക്കണം ഇവിടുത്തെ സൃഷ്ടി, ഞാനായിരിക്കണം. ഞാൻ മറ്റുള്ളവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുപോകുക. അഹങ്കാരം ഏറ്റെടുക്കുക. വിട്ടുകൊടുത്താൽ എല്ലാവരിലും ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, ജീവനുണ്ട്. താല്പര്യം മാത്രമേ ഇല്ലാത്തുള്ളൂ. താല്പര്യം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ.